ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്കിന്ന് ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ നന്നായിട്ട് കഴുകി വലിയ പീസൊക്കെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴേ മസാലയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയൊന്നുമല്ല, സാധാ മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കിത് ഈ മസാലയെല്ലാം കൈകൊണ്ട് ചിക്കനിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. നല്ലപോലെ ചിക്കനിൽ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. 20 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഇതിലേക്ക് നമുക്കിതുപോലെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ ഞാൻ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഓവർ ക്രൗഡ് ആയി കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടില്ല. നമുക്കിത് വളരെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് 2 വശം ഒന്ന് മാറി മാറി ഫ്രൈ ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ ഓയിലിൽ തന്നെ ഞാൻ അടുത്ത ബാച്ചും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതും. അപ്പം ഈ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ഒരല്പം കറിവേപ്പില, 2 വലിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞാൽ മതി വലിയുള്ളി, നീളത്തിൽ സ്ലൈസ് ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് ഇത് ഗോൾഡൻ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ, അപ്പോൾ ഉള്ളി പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് പച്ചമണം പോയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ഇതുപോലെ അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടോളൂ, കാരണം തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ, അതുവരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം മസാല നന്നായിട്ട് വഴന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണയും തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എൻ്റെ പാത്രം എനിക്ക് തോന്നുന്നു വലിപ്പം കുറവാണ്, മിക്കവാറും മാറ്റേണ്ടി വരും. എന്നാലും ഒന്ന് നോക്കാം ഇതിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൺജസ്റ്റഡാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലേ. അപ്പം ഈ ചിക്കൻ മസാലയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ കറിയാണ് വെക്കുന്നത്, അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ്റെ കുക്കിംഗ് ടൈമിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് നല്ല സോഫ്റ്റാണ്, അത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് കറി ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കറി ഏറെക്കുറെ 20 മിനിറ്റായി, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്, അപ്പം നിങ്ങൾ തീർച്ചയായും ചേർക്കാൻ മറക്കരുത്. ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാല തന്നെയാണ് ഉപയോഗിച്ചത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ ഒരല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതല്ല കേരള സ്റ്റൈലിലാണ് വേണ്ടതെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം ചെറിയുള്ളിയും വറ്റൽമുളകും മൂപ്പിച്ച് ചേർക്കാം. ഞാൻ ചെറിയുള്ളിയും വറ്റൽമുളകും മൂപ്പിച്ച് ചേർക്കാനാണ് പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്
ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1-2 വറ്റൽമുളക് പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ വറ്റൽമുളക് കുറവായിരുന്നു, ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊരു ഗോൾഡൻ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. If you like the video, please share and subscribe. Don't forget to hit the bell to get more notifications.